അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. തനിക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നന്മകൾ തൻ്റെ കൂട്ടുകാർക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും വാത്സല്യത്തിലും ഒരൊറ്റ ശരീരം പോലെയായിരിക്കും അവർ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ. തൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻ കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ റബ്ബേ, നിശ്ചയമായും നീ വളരെ ദയയുള്ളവനും കരുണാനിധിയുമാണ്. ഒരു മുസ്ലിം തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ എന്തിനു വേണ്ടിയാണോ അവൻ പ്രാർത്ഥിച്ചത് അതേപോലെയുള്ളത് ഈ പ്രാർത്ഥിച്ചയാൾക്കും കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ് ഇല്ലാ ഖാലൽ മലകു വലക ബിമിസ്ൽ. ഒരു മുസ്ലിം തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ഒരു മലക്ക് പറയും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ് ഖാലൽ മലകുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ അവനിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ആമീൻ, നിനക്കും അതുപോലെയുണ്ടാവട്ടെ എന്ന്. അതുകൊണ്ട് നമ്മളുടെ കൂട്ടുകാർക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവരുടെ ഹൃദയവും പ്രവർത്തനവും നന്നാവുന്നതിന് വേണ്ടി, അവരുടെ കാര്യങ്ങൾ എളുപ്പമാകുന്നതിന് വേണ്ടി, അവരുടെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി, അവർക്ക് ഉപകാരപ്രദമായ അറിവ് കരസ്ഥമാക്കുവാൻ വേണ്ടി, ഇങ്ങനെയുള്ള എന്തൊക്കെ നന്മകൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അതിനു വേണ്ടിയെല്ലാം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ സമയത്തെല്ലാം അള്ളാഹു നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നമ്മൾക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയ കൊണ്ട് അവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾക്കുള്ള തിരിച്ചടിയായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു അവൻ്റെ യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും അള്ളാഹു നമ്മൾക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരിലും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.